ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരം പൂവമ്പഴം. ജമീല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ പാല് കുടിച്ചിട്ട് പോയാൽ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയണം. ജമീല, വേലക്കാരന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി? ഓ, BA വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി. ജമീല, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കും. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. ശരിയായിട്ട് തന്നെ. ഞാനേ അത് പറയാനല്ല വന്നത്. പിന്നെ എനിക്കൊരു പൂതി, നിങ്ങളത് സാധിച്ചു തരും. ജമീല, അന്റെ എന്ത് പൂതി ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചത്? സ്വർണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തരണോ എന്റെ മുത്തിന്? എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊതി. പൂവമ്പഴോ? അനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരും. മറക്കോ? മറക്കേ? ഇവിടുത്തെ അങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഊരിന്റെ പൂരി നമ്മളൊന്ന് സാധിച്ചിരുന്നുണ്ട്. നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ടോ? നേരം പാതിരായല്ലോ. പുള്ളിക്കാരൻ്റെ അവിടെ പോയി കിടക്കാം. പകല് മുഴുവൻ ഓരോ ജോലി. എന്നാൽ ഇത്തിരി നേരത്തെ താരചാക്കാന്ന് വെച്ചാലും റബ്ബേ എൻ്റെ ഒരു തലയിൽ. വാതിലൊക്കെ തുറന്ന് നോക്കിയിട്ടാണല്ലോ ജമീല. ജമീല, എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താ ഈ കൊല്ലത്തിന് ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല, ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി.
പൂവമ്പഴം നോക്കി കുറേ നടന്നു. തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണം. ഇച്ചൊറ്റക്കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തിങ്ങ പോകുന്നു. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ കൊടുത്താൻ വേണ്ടിയില്ല. ഇതാ കഴിച്ചോളി. ഹായ് പൂവമ്പഴം. ഓറഞ്ച് പൂവമ്പഴത്തേക്കാളും നല്ലതാ. എനിക്ക് വേണ്ട. പാതിരവരെ എവിടെങ്ങാണ്ട് തെങ്ങ് തന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെയും കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നോണ പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. രണ്ട് പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനൊന്നും പറയല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കും. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാൽ കൊണ്ടേ കൊടുത്തോളി. ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ജമീല, നീ ഓറഞ്ച് കഴിക്കും. പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില്. തന്നെത്താനൊന്ന് കഴിച്ചാൽ മതി. ഞാൻ ഉറങ്ങാൻ പോകും. എന്റെ മഹാറാണി ഇങ്ങോട്ടൊന്ന് എങ്ങനെ അതെടുക്കടി. എടുക്കണല്ല പറഞ്ഞത്. തിന്നടി തിന്നടി. അങ്ങനല്ല, തൊലി വലിച്ച് സാവധാനം തിന്നടി. എന്നെ തല്ലില്ലേ. ഞാൻ ആരാടി? അബ്ദുൽ ഖാദർ സാഹിബ്. നിന്നെ കിട്ടിയോൾ. എന്താ നീ തിന്നണം? ഓറഞ്ച്. അടി. വേണ്ട, അടിക്കണ്ട. ഇത് പൂവമ്പഴം. നിനക്കിവിടെ വേലക്കാരി വേണോടി? വേണ്ട, ഇവിടെ എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ. എന്നെ തല്ലു ഇനി. എന്താ